ഞാൻ ആലോചിച്ചു, എന്തിനാണ് അങ്ങനെ ഒരു വീഡിയോ, അതായത് തൊപ്പി മരണപ്പെട്ടു എന്ന് കാണിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ അത് വരണമെങ്കിൽ എന്ത് സോഴ്സാണ്? ഒന്നില്ലെങ്കിൽ തൊപ്പിയോട് ശത്രുതയുള്ള ആരെങ്കിലും, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു സോഴ്സേ വരാൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ ഒരു പോസിബിലിറ്റി എന്നാണ് ഞാൻ അങ്ങനെ കുറെ ചിന്തിച്ചപ്പോൾ, തൊപ്പി തന്നെ ഈ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തു, തനിക്കെതിരെ ഇങ്ങനെ വീഡിയോ ഇട്ടു, കള്ളപ്രചരണം നടത്തി, അലിഗേഷൻസ് നടത്തി എന്നൊക്കെ പറഞ്ഞ് തൊപ്പി കാരണം നടത്തുന്ന വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ. ദാറ്റ് വാസ് ദ ലാസ്റ്റ് വീഡിയോ. ആ വീഡിയോ സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓഡിയോ ക്ലിപ്സ് എനിക്കെതിരെ. ഈ ലോകത്ത് ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഒരാളെ നാട്ടിക്കാൻ വേണ്ടി ഇപ്പൊ മമ്മൂട്ടിന്റെ മോഹൻലാലിന്റെ വോയിസ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി തട്ടെ അങ്ങനത്തെ ഒരു സാധനം എന്തെല്ലാം പറ്റും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാക്കി തരോടെ വെച്ച് ആ വോയിസ് കൊടുത്തു കഴിഞ്ഞാൽ ആരെ വെച്ചാണെങ്കിൽ വോയിസുകൾ ഉണ്ടാക്കാം. മനസ്സിലാവും? ഇത് വീഡിയോയിലാണെങ്കിൽ ഓക്കെ, വിശ്വസിച്ചോ. ഈ ഓഡിയോ ക്ലിപ്സ് ഇതെങ്ങനെ വിശ്വസിക്കും? ഇതെങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നത്? കുറെ ആൾക്കാർ വിശ്വസിച്ചിട്ട് ഞാൻ ചെയ്യുന്നത് മാത്രം നിൽക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു സാധനം തൊപ്പിയാണ് പറഞ്ഞത്, അതായത് ഇത് ആണ്. ഓക്കെ, തൊപ്പിയുടെ ഓഡിയോ ഷെബീർ ഇട്ടത് എന്നുള്ളൊരു സാധനത്തിലേക്ക് ഈ കാര്യങ്ങൾ തൊപ്പി കൊണ്ടേ വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ ഈ വീഡിയോ റിയാക്ട് ചെയ്ത സമയത്ത് ഞാനും അല്ലെങ്കിൽ ഒരുപാട് പേര് ഈ വിഷയത്തിൽ സംസാരിച്ചവർ പറഞ്ഞിട്ടുണ്ട്, നാട്ടുകാരെ പറ്റിക്കേണ്ട, ഏതാ അല്ലെങ്കിൽ സാമാന്യം മറ്റേ ഒറിജിനൽ ഏതാന്ന് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകളാണെന്നുള്ളത്. അല്ലെങ്കിൽ പിന്നെ ആ എന്നുള്ള സാധനം ഇവൻ തന്നെ പൊട്ടിക്കണം, ഇവൻ തന്നെ അത് എന്ത് ചെയ്യണം, അല്ല എന്നുള്ളത് പറയണം. പിന്നെ ഇപ്പൊ പണ്ടത്തെ പോലും ഒന്നുമില്ല, ചുമ്മാ വന്നിട്ട് ഒരു 2 കൊല്ലം മുന്നേ 1 കൊല്ലം മുന്നേ ഉള്ള പോലെ ആണ് കംപ്ലീറ്റ് എന്ന് പറയാൻ പറ്റില്ല. പോലീസുകാരുടെ ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് അവരിൽ ഒരു വോയിസ് ഒരു വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ എഞ്ചിനീയേഴ്സിനെ വെച്ചിട്ട് അത് ജനറേറ്റഡ് ആണോ അല്ലേ എന്നുള്ളതൊക്കെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും സിസ്റ്റത്തിൽ. അപ്പം അങ്ങനത്തെ ഉടായ്പോളൊന്നും പറഞ്ഞു പോകാൻ പറ്റില്ല. അത് എനിക്കൊരു ഡൗട്ട്, ഇതിനി ഇവരുടെ തന്നെ ഈ തൊപ്പി റിലേറ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും അല്ലെങ്കിൽ ആ സർക്കിളിൽ തന്നെ ഇങ്ങനെ ഒരു സാധനം എടുത്തിട്ട് അത് 10 പേര് റിയാക്ട് ചെയ്ത് അല്ലെങ്കിൽ അതിലൊരു വലിയ ഡിസ്കഷൻ വരുമ്പോൾ തൊപ്പിക്ക് ഒരു തിരിച്ചുവരുവാണെങ്കിൽ അല്ലെങ്കിൽ വേറെ സാധനമായിട്ട് വരാം, കണ്ടോ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾ വിശ്വസിച്ചില്ലേ, ഇത് ആയിരുന്നു, അപ്പം നിങ്ങൾ മറ്റതും ആണെന്ന് വിശ്വസിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു സാധനത്തിലേക്ക് വേണമെങ്കിൽ ഇത് കൊണ്ടുപോകാം. ഏത് അങ്ങനെ വേണമെങ്കിൽ ഈ സാധനം ചെയ്യാലോ. കാരണം ഇവരൊക്കെ ഏത് ക്രിമിനൽ മൈൻഡും ചിന്തിക്കുന്നവരാന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് മനസ്സിലായതാണ്. ഏത് എക്സ്ട്രീം ലെവലിൽ ചിന്തിക്കും, മനസ്സിലായി? ഇവരെ നിലനിൽപ്പിനും ഇവരെ തിരിച്ചുവരവിനും വേണ്ടി ഏത് എക്സ്ട്രീം സാധനം വരെ വേണമെങ്കിൽ ഇങ്ങനത്തെ വീഡിയോ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് വരെ ഈ സാധനം എടുത്ത് ചെയ്യും. കണ്ടോ ഇത് നിങ്ങളിപ്പോൾ എടുത്തിട്ട് നിങ്ങൾ പ്രചരിപ്പിച്ചില്ലേ, നിങ്ങളിപ്പോൾ ഇത് വിശ്വസിച്ചില്ലേ, ഇപ്പൊ കണ്ടോ നിങ്ങൾ ഇപ്പൊ ഇതിന്റെ പഴയതൊക്കെ അല്ലേ എന്നുള്ള ചോദ്യം വരെയാണെങ്കിൽ എടുത്ത് വെച്ച് വരാം. ചാൻസ് ഉണ്ട്, അങ്ങനെ ചെയ്യുവേ. അപ്പൊ എനിക്കിത് അങ്ങനെയും എന്റെ തോട്ട് അങ്ങനെയും പോയി അതിനിടയിൽ കൂടി. അപ്പൊ ഞാൻ പറഞ്ഞുള്ളൂ, അത് എൻ്റെ ഒരു തോട്ടാണ്. അത് എത്ര പേർക്ക് അത് അങ്ങനത്തെ ഒരു തോട്ട് പോകുന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾക്ക്